നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ആവേശത്തോടെ ഇബാദത്ത് ചെയ്യുന്ന ഒരു പ്രത്യേക രാവാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്ർ കിട്ടാതെ പോകുന്ന ആളുകളുണ്ട്. അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാ. അവരൊരു പക്ഷേ പള്ളിയിൽ വരുന്നുണ്ടാവും, എഴുത്തിക്കാഫിൽ ഇരിക്കുന്നുണ്ടാവും, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടാവും. സ്ത്രീകളാണെങ്കിൽ വീടുകളിൽ അതേ ജോലിയെല്ലാം കഴിഞ്ഞ് ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വരെയും നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് ദുആ ഇറക്കുന്നുണ്ടാവും. കരഞ്ഞ് നിലവിളിച്ച് അള്ളാഹുവിനോട് തന്റെ വിനീത വിധേയ ഭാവം പ്രകടിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ലൈലത്തുൽ ഖദ്ർ ലഭിക്കൂല. ആ ലൈലത്തുൽ ഖദ്ർ ലഭിക്കാത്ത ഹതഭാഗ്യവാന്മാർ ആരാണ്? ഭാഗ്യമില്ലാത്ത ആളുകൾ ആരാണ്? വെള്ളത്തിൽ വരച്ച വര പോലെ അവന്റെ അമലുകളെല്ലാം മാറുന്ന ചില ആളുകളുണ്ട്. അത് 4 വിഭാഗം ആളുകളെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വിശിഷ്ടമായ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ആൾ മദ്യം ഉപയോഗിക്കുന്ന ആൾ, മദ്യപാനികൾ. അവർക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കൂല. അടുത്ത ആരാണ്? മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവർ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവർ, മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്നവർ. പരിശുദ്ധമായ റമളാനായിട്ട് പോലും തന്റെ ഉമ്മയുടെയോ വാപ്പയുടെ അടുത്തുപോയി ഒരു നോമ്പുതുറ നടത്തി തിരിച്ചു വരാനോ, അല്ലെങ്കിൽ ആ ഉമ്മാക്ക് എന്തെങ്കിലും ഒരു സംഭാവന സ്വതക്ക കൊടുക്കാനോ, ആ ഉമ്മയുടെ കയ്യിൽ നിന്നൊരു പിടി ഭക്ഷണം വാങ്ങി കഴിക്കുവാനോ, ചുക്കിളിച്ചുളിഞ്ഞ ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ആ ഉമ്മയുടെ ആ മുഖത്തേക്കൊരു ചുടുചുംബനം കൊടുക്കാനോ, ആ കൈകാലുകളൊന്ന് തടകി കൊടുക്കാനോ എന്ത് രസമാണ്, എന്തൊരാനന്ദമാണ്. ആ മടിത്തട്ടിലാണ് നമ്മൾ പെറ്റു വീണത്. ആ മടിത്തട്ടാണ് നമ്മുടെ ഒന്നാമത്തെ മദ്രസ. അവിടെ നമുക്ക് മെത്ത പോലെ വിരിച്ച അവരുടെ മടിത്തട്ടും മാറിടവും, നമുക്ക് വേണ്ടി ചെലവഴിച്ച സമയങ്ങളും, നമുക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ സൗഭാഗ്യങ്ങളും എത്രയാണ്. നമ്മുടെ മാതാപിതാക്കളെ മറന്നുകൊണ്ട് ആരെങ്കിലും എത്ര തന്നെ ഇബാദത്ത് ചെയ്താലും അവൻ ഒരിക്കലും ആ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പിണക്കം, സ്വത്ത് ഓഹരിച്ച വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളിലോ നമുക്ക് അവരോട് ചെറിയ അനിഷ്ടമോ മറ്റോ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, പരിശുദ്ധമായ റമളാനിനെ ഓർത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരോടുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് അവരുടെ പൊരുത്തം കരസ്ഥമാക്കാൻ ശ്രമിച്ചോ. മാതാപിതാക്കളോട് പിണങ്ങിയവന് ലൈലത്തുൽ ഖദ്റില്ല. അവൻ എത്ര തസ്ബീഹ് നിസ്കരിച്ചാലും, എത്ര സദഖ ചെയ്താലും, എത്ര ഇബാദത്ത് ചെയ്താലും അവന് ലൈലത്തുൽ ഖദ്ർ ലഭിക്കൂല. കുടുംബ ബന്ധം മുറിക്കുന്നവന്, മുറിച്ചിരിക്കുന്നവന് ലൈലത്തുൽ ഖദ്ർ ലഭിക്കൂല. തൊട്ടടുത്ത അയൽക്കാരുമായി പിണങ്ങിക്കഴിഞ്ഞിട്ട് വീട്ടിന്റെ ഉള്ളിൽ നിസ്കാരപ്പായിൽ എത്ര ഇബാദത്ത് ചെയ്താലും അവന് ലൈലത്തുൽ ഖദ്ർ ലഭിക്കൂല. കുടുംബ ബന്ധം ചേർക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റിളർ റബ്ബി ഫീ റിളൽ വാലിദി വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദി. മാതാപിതാക്കളുടെ പൊരുത്തത്തിന്റെ മേലിലാണ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ളത്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാ? സ്വർഗം ലഭിക്കാനാ? സ്വർഗം ലഭിക്കുന്നതിനപ്പുറം നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയാണ് ലഭിക്കേണ്ടത്. അതാണ് പല മഹാന്മാരും ആത്മീയമായ ഗിരിശൃംഗങ്ങളിൽ ഉത്തുംഗമായ സോപാനത്തിൽ വിരാജിച്ച ആത്മീയ നേതൃത്വങ്ങൾ പറഞ്ഞ്, റബ്ബേ നീ ഞങ്ങളെ സ്വർഗത്തിലിട്ടാലും വേണ്ടിയില്ല, നരകത്തിലിട്ടാലും വേണ്ടിയില്ല, നിന്റെ തൃപ്തിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ആ തൃപ്തിക്ക് വേണ്ടിയാണ്. അപ്പൊ റബ്ബിന്റെ തൃപ്തിയുള്ളത് മാതാപിതാക്കളുടെ തൃപ്തിയുടെ മേലിലാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിട്ട് ഇബാദത്ത് എടുക്കാൻ കാത്തിരിക്കുന്ന സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് അവരുടെ പൊരുത്തം നേടിക്കോ. കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെച്ചോ. പല ആളുകളും ആരോടൊക്കെയോ, വേണ്ടപ്പെട്ടവരോടൊക്കെയോ മിണ്ടാതിരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. അവരെ ഒന്ന് ഡയൽ ചെയ്ത് ഫോൺ വിളിച്ച് അവരെ നോക്കിക്കാണ്ട് സംസാരിക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അതല്ല, വോയിസിലൂടെ മാത്രം അതാ ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്.
അതെല്ലാം ഉപയോഗിച്ച്, അല്ലെങ്കിൽ നേർക്ക് നേർ പോയി കണ്ട് ഒരു നോമ്പ് കാണൽ ചടങ്ങൊക്കെ നടത്തി കുടുംബ ബന്ധം ചേർത്തിട്ടല്ലാതെ നിങ്ങൾ ആരും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നോക്കൂ, ലാ തൻസിലുർ റഹ്മ അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിം. കുടുംബ ബന്ധം മുറിച്ചവൻ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ ആര് വന്ന് ദുആ ഇരുന്നാലും ദുആക്ക് ഇജാബത്തില്ല, അവിടെ റഹ്മത്ത് ഇറങ്ങുകയില്ല. വലിയ സദസ്സുകളിലൊക്കെ നമ്മൾ പോയിരിക്കും, അവിടെ നമ്മൾ എന്തെല്ലാം ദുആ ഇറക്കും. പക്ഷേ ദുആക്ക് ഇജാബത്ത് വേണമെങ്കിൽ ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാളും കുടുംബ ബന്ധം മുറിക്കാത്തവരായിരിക്കണം. കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളോട് അനിഷ്ടത്തിന്റെ ആദ്യാക്ഷരമായ ഛേ എന്ന പദം പോലും പറയാൻ പാടില്ല. വഖല്ലാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്, അവർക്ക് കരുണ കാണിക്കലാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. മാതാപിതാക്കളെ വിഷമിപ്പിച്ചവന്, അവരുടെ പൊരുത്തമില്ലാതെ കഴിയുന്നവന് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യേണ്ടതില്ല. കുടുംബബന്ധം തൂത്തെറിഞ്ഞ് മുറിച്ച് കളഞ്ഞവന്, അതേ നമ്മുടെ അനുജനാണ്, ജ്യേഷ്ഠനാണ്, നാത്തൂനാണ്, മൂത്തുമ്മയുടെ മകനാണ്, കുഞ്ഞുമ്മയുടെ മകളാണ്, കണ്ടാൽ മിണ്ടാതെ മാറിപ്പോയാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നമ്മളോട് തൃപ്തിയോടെ നോക്കുകയില്ല. അല്ലാഹു നമുക്ക് പ്രഖ്യാപിച്ച ഓഫറുകളൊന്നും നമുക്ക് ലഭിക്കൂല. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ലഭിക്കാത്ത 4 വിഭാഗത്തിലെ 1, 2, 3 കാര്യങ്ങൾ മദ്യപാനികൾക്ക് ലഭിക്കൂല. മാതാപിതാക്കളെ പീഡിപ്പിച്ച് അവരുടെ വെറുപ്പ് സമ്പാദിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കൂല. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവന് ലഭിക്കൂല. 4ാമത്തെ വിഭാഗം ആരാണ്? മനസ്സിൽ കാപട്യവും കുശുമ്പുമായി ജീവിക്കുന്ന ആളുകൾ, അസൂയ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, തൻ്റെ സഹോദരൻ എന്തെങ്കിലും ഒരു നിഅമത്ത് വന്നാൽ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളുകൾ. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, അയാളുടെ മകനൊരു വിസ ലഭിച്ചു. വിസ കിട്ടാനും ഒക്കെ നമ്മൾ സഹായിച്ചതാണ്. പക്ഷെ അദ്ദേഹം പോയി അങ്ങ് രക്ഷപ്പെട്ടു. അപ്പം മുതൽ നമുക്ക് വിഷമാ, പടച്ചോനെ അവൻ രക്ഷപ്പെട്ടല്ലോ. അല്ലെങ്കിൽ അവന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു ഉന്നത കലാലയത്തിൽ അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷ പാസ്സായി തിരിച്ചു വന്നു. അപ്പൊ നമുക്കൊരു അസ്വസ്ഥതയാണ്, ഹസദാണ്, ജലസിയാണ്. ഒരു കുട്ടി ഹിഫ്ള് പൂർത്തിയാക്കി ഹാഫിളായി തിരിച്ചു വന്നു. അപ്പൊ നമുക്ക് അസൂയയാണ്. അയൽക്കാരന്റെ മകൻ ഹാഫിളാൻ, ആലിമാൻ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയാൽ ഒരു പുതിയ വാഹനം എടുത്തു. അങ്ങനെ ചെറിയ ചെറിയ ഭൗതിക ലോകത്ത് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ അടിമകൾക്ക് കൊടുക്കുമ്പോ മറ്റൊരടിമയായ നീ നോക്കിക്കണ്ടിട്ട് ഹസദ് വെച്ചാൽ, അവനോട് നീ ഈർഷ്യത കാണിച്ചാൽ, അത് അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരെയുള്ള നിന്റെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് നിനക്കും ലൈലത്തുൽ ഖദ്ർ ഇല്ല.
ആരാണ് സ്വർഗത്തിന്റെ അവകാശികൾ? മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി റബ്ബിന്റെ മുമ്പിൽ വരുന്നവർക്കാണ് സ്വർഗം. ആ ഒരു ശൂന്യമായ മനസ്സ്, ആരോടും വെറുപ്പില്ലാതെ, കുശുമ്പില്ലാതെ, കുന്നായ്മയില്ലാതെ, ഈർഷ്യതയില്ലാത്തൊരു മനസ്സ്, ആ മനസ്സുമായി പ്രാർത്ഥിക്കുമ്പോഴാണ് ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ ലഭിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ലഭിക്കാത്ത ആളുകളുണ്ടല്ലോ, ആ കൂട്ടത്തിലൊന്നും അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. ആ ലൈലത്തുൽ ഖദ്റിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റഹ്മത്ത് വിതരണം ചെയ്ത് അതാ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾക്കെല്ലാം കൊടുത്ത് ബാക്കിയാകുമ്പോൾ അല്ലാഹു പറയും മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാൻ. അതും കൊടുത്തു കഴിഞ്ഞ് ബാക്കിയാകുമ്പോൾ ഇനിയുള്ള റഹ്മത്ത് ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴാണ് അവിശ്വാസികളായ ആളുകൾക്ക് കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പക്കൽ നിന്ന് ലൈലത്തുൽ ഖദ്റിന്റെ റഹ്മത്ത് വാങ്ങി ലഭിച്ച അവിശ്വാസികളാണ് പിൽക്കാലത്ത് മുസ്ലിമീങ്ങളായി അതേ ഷഹാദത്തിന്റെ തീരത്തൂടെ സഞ്ചരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ആ ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, അവർ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അത് നമുക്കൊരിക്കലും അതിന് പകരം കൊടുക്കാൻ പറ്റൂല. നമ്മളിപ്പോ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മളെ നോക്കി, അവരിങ്ങനെ പരിപാലിച്ചു. അവർക്ക് ഈ കുഞ്ഞ് ഉടനെ തീരും അല്ലെങ്കിൽ മരിക്കും, കുറച്ച് നാളുകൂടെ നോക്കിയാൽ മതി എന്ന അർത്ഥത്തിലല്ല നോക്കിയത്. എന്നാൽ വയസ്സാകുമ്പോ നമ്മളും നോക്കും, കാരുണ്യത്തോടെ നോക്കും. നമ്മുടെ ചിന്തയിൽ എന്താ? 1-2 കൊല്ലം അല്ലെങ്കിൽ 5-6 കൊല്ലം, അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മ അങ്ങ് മരിച്ചോവും, അല്ലെ വാപ്പ അങ്ങ് മരിച്ചോവും, പ്രായം കൂടി വരികയാണ്, അല്ലെ? അപ്പൊ നമ്മൾ നോക്കുന്ന നോട്ടവും അവര് നമ്മളെ നോക്കിയ നോട്ടവും വ്യത്യാസമാണ്. അവര് നമ്മളെ ഒരിക്കലും ഈ കുഞ്ഞ് വലുതായി നശിച്ചു പോകും എന്ന് അല്ലെങ്കിൽ മരിച്ചു പോകും അതുവരെ നോക്കിയാൽ മതി എന്നൊരർത്ഥത്തിലല്ല. പ്രായം ചെന്ന ഉപ്പയെയും ഉമ്മയെയും നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു. അപ്പൊ നമ്മൾ നോക്കുന്നത് ഈ അടുത്തെങ്ങാണ് അവർ മരിച്ചുപോയാൽ അതുവരെ നോക്കിയാൽ മതിയല്ലോ എന്ന ചിന്തയിലാണ്. അപ്പൊ നോക്കുന്നതിൽ തന്നെ വ്യത്യാസമാണ്. മാതാപിതാക്കൾ മക്കളെ നോക്കിയത് അവർ എന്നെന്തും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, നിഷ്കളങ്ക ഹൃദയരുടെ കൂട്ടത്തിൽ, അതിന്റെ ഉടമസ്ഥരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.